മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി പുന്നൂസ് പോൾ സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചായത്തിലെ ഈ ഭരണസമിതിയിലെ മൂന്നാമത്തെ പ്രസിഡന്റാണ് ചുമതലയേറ്റത്. ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോയി കുഴിപ്പാല, രണ്ടാമത് സാജോ പൂവത്താനി എന്നിങ്ങനെയാണ്. പുന്നൂസ് പോൾ കേരള കോൺഗ്രസ് എം വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. മീനച്ചിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ മുൻ ധാരണപ്രകാരമാണ് പുന്നൂസ് പോൾ പ്രസിഡന്റായി ചുമതലയേറ്റത്. പൈക 7ാം വാർഡ് മെമ്പറാണ് പുന്നൂസ്. ആദ്യമായാണ് പുന്നൂസ് വാർഡ് മെമ്പറായത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലും കേറ്ററിംഗ് അസോസിയേഷനിലും ഭാരവാഹിയായിരുന്നു പുന്നൂസ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കന്നി അംഗം കുറിച്ചപ്പോൾ ജനസമിതി തെളിയിക്കുന്ന രീതിയിൽ 420 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് പുന്നൂസ് വിജയിച്ചത്. മീനച്ചിൽ പഞ്ചായത്ത് അങ്കണത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പുന്നൂസ് പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് പ്രസിഡന്റായി ചുമതലയേറ്റു. മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പുന്നൂസ് പോൾ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടി പുലർത്തുമെന്ന് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പായാസങ്ങൾ കൂടാതെ മതമോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധമായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നമുക്കറിയാം, എന്നെ സംബന്ധിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യം തന്നെയാണ് മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ഒരുപക്ഷെ എൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ ഞാനായിട്ട് തന്നെ മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിന്റെ ഭീഷ്മാചാര്യനായ ശ്രീ KM മാണിയെ അനുസ്മരിച്ചുകൊണ്ടും അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ പാർട്ടി ചെയർമാനായ ശ്രീ ജോസ് K മാണിക്ക് നന്ദി പറഞ്ഞുകൊണ്ടും കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ LDF മുന്നണിക്കും നന്ദി പറയുന്നു. 7ാം വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ മീനച്ചിൽ ഗ്രാമപഞ്ചായത്തില് അപ്രതീക്ഷിതമായി വന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ഞാൻ. മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തില് ഏതാണ്ട് 420 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തന്നെ എന്നെ അവിടെ വിജയിപ്പിച്ചു. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ജയിക്കാനുള്ള ആൾക്കാർ 7ാം വാർഡിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. തീർച്ചയായിട്ടും നല്ല രീതിയിൽ മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിലൂടെ പലരും പ്രസംഗിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ്. അതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമുണ്ട്. തീർച്ചയായിട്ടും അടുക്ക് ചാലിൽ നിന്നും നമുക്ക് മീനച്ചിൽ പഞ്ചായത്തിനെ രക്ഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മുൻ പ്രസിഡന്റുമാരെ തുടർന്ന് അതേ പാത ഞാനും പിന്തുടർന്ന് മീനച്ചിൽ പഞ്ചായത്തിനെ ഈ ചെറിയ കാലഘട്ടം കൊണ്ട് എത്തിക്കാവുന്നതിന് ഉന്നതങ്ങളിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന എല്ലാ ആൾക്കാർക്കോടും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നത്. ജോസഫ് സാർ ഇരിപ്പുണ്ട്, മത്തായി സാർ ഇരിപ്പുണ്ട്, ശ്രീവർഗേട്ടൻ ഇരിപ്പുണ്ട്, സാജനോടുകയുണ്ട്, മറ്റെന്റെ കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയാണ്. ഈ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം ഈ ഒരു കാലഘട്ടത്തിലും അത് കഴിഞ്ഞാൽ ഇനിയിപ്പം വളരെ ചെറിയ 1 വർഷ കാലഘട്ടമുള്ള എങ്കിൽ പോലും ഒരു പ്രസിഡന്റ് ആണേലും അല്ലേലും മെമ്പർ ആണേലും അല്ലേലും എല്ലാം നിങ്ങളോടൊപ്പം എന്റെ ആയുസിന്റെ പരമാവധിയുള്ള കാലഘട്ടത്തിൽ നിങ്ങളോടൊപ്പം കാണുമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പൂവത്താനി, ജോയി കുഴിപ്പാല, വാർഡ് മെമ്പർമാർ ഇന്ദു പ്രകാശ്, നളിനി ശ്രീധരൻ, ബിജു TB, ലിസമ്മ ഷാജൻ, വിഷ്ണു PV, ഷെർലി ബേബി, ജയശ്രീ സന്തോഷ്, ബിജു ജേക്കബ്, ബിന്ദു ശശികുമാർ, ലിൻസി മാർട്ടിൻ, സെക്രട്ടറി ജിനു ജോർജ്, പാർട്ടി പ്രവർത്തകർ ജോണി കുന്നപ്പള്ളി, ബേബി ഉഷത്തുവാൽ, ജോസ് പാറേക്കാട്ട്, അഡ്വക്കേറ്റ് ജോസ് ടോം, ബിനോയ് നരിത്തൂക്കിൽ, CDS ചെയർപേഴ്സൺ ശ്രീലത ഹരിദാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കാറ്ററിംഗ് അസോസിയേഷൻ പ്രവർത്തകരായ ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ്, പാലാ മേഖലാ പ്രസിഡന്റ് ബിജു 5 സ്റ്റാർ, റോക്കി രസിക എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഒരു വർഷത്തേക്ക് മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ വേളയിൽ ഈ വേദിയിൽ ഇവിടെ നിൽക്കുന്നതിൽ വളരെയേറെ അഭിമാനമുണ്ട്. കാരണം അദ്ദേഹം ഞങ്ങളുടെ മുൻകാല അസോസിയേഷന്റെ മേഖലാ പ്രസിഡന്റായിരുന്നു. ഞാൻ അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിൽ ഒരു നേതാവിനെ ദർശിച്ചിരുന്നു. ഏതായാലും അത് ഇന്നിവിടെ സഫലമായിരിക്കുകയാണ്. നല്ല എപ്പോഴും ചിരിച്ചുകൊണ്ട് ഏത് കാര്യത്തിനും നമ്മുടെ സോജനകൾ എന്ത് സംസാരിച്ചാലും നോ എന്നൊരു വാക്ക് പറയാതെ കൊണ്ട് വളരെ സൗമ്യതയോട് കൂടി എല്ലാവരോടും വളരെ സൗമ്യതയോടുകൂടി പെരുമാറുന്ന നല്ലൊരു വ്യക്തിത്വമുള്ളവയാണ് സോജന. ഏതായാലും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കേറ്ററേഴ്സ് അസോസിയേഷന് വളരെ നല്ല മികച്ച പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ ഈ ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായ നല്ല പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ നിരവധി തവണ കേട്ടിട്ടുണ്ട്. ഏതായാലും
പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ബഹുമാന്യായ സോജനൻ ഈ പഞ്ചായത്തിന്റെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും നല്ലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പേരെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി മാറുന്നതിനും അദ്ദേഹത്തിന് സാധിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പുന്നൂസ് പോൾ പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നത് കാണുവാനും ആശംസകൾ അർപ്പിക്കുവാനും എത്തിയിരുന്നു. പൈക സ്വദേശിയായ പുന്നൂസിന് ഭാര്യയും 3 കുട്ടികളും അച്ഛനും അടങ്ങുന്നതാണ് കുടുംബം. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ സ്വീകാര്യനായതിനാൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ വൻ ജനാവലി എത്തിയിരുന്നു. പഞ്ചായത്ത് അങ്കണത്തിലെ ചടങ്ങിനു ശേഷം തുറന്ന വാഹനത്തിൽ ആരവും ആർപ്പുവിളികളുമായി പാർട്ടിക്കാരും സുഹൃത്തുക്കളും ചേർന്ന് പുന്നൂസ് പോളിനെ പൈകയിലെത്തിച്ച് സ്വീകരണം നൽകി. i4 ന്യൂസ്, ഏറ്റുമാനൂർ.